ഇപ്പോ ഭയങ്കര കുഴപ്പത്തിലായിരിക്കുമല്ലോ. വേലയും കൂലിയില്ലാത്തവനെ പ്രേമിച്ചത് പോട്ടെ, ഇപ്പൊ അവനൊരു കൊലപാതകിയുമായി ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിക്കുകയായിരിക്കും. നടന്ന കാര്യമൊക്കെ നിനക്കും അറിയാം. ഞാൻ നല്ലവനാണോ കെട്ടവനാണോ എന്ന് തെളിയിക്കാനല്ല ഇവിടെ വന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ നിമിഷം വരെ നീ മാത്രമേ ഉള്ളൂ. അതേപോലെ നിന്റെ മനസ്സിലും ഞാനുണ്ടോന്നറിയണം. അതിശയായിരിക്കുന്നല്ലോ. ആ കുടുംബത്തിൽ ജനിച്ചവരുടെ കണ്ണിലും കണ്ണീരുണ്ടോ? മതിയൊന്നും നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ അവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഇക്കാലത്തെ പെൺകുട്ടികളെ പ്രേമിച്ചവന്റെ ഓർമ്മയ്ക്കായിട്ട് ഫോട്ടോകളും ഗിഫ്റ്റുകളും ഒക്കെയാണ് സൂക്ഷിക്കാറ്. എന്നാ ഞാനോ ഈ പേപ്പർ കട്ടിങ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് വേദനിപ്പിക്കരുത്. അതെ, രവി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന്. ആരാടാ പറഞ്ഞത്? ചായക്കടയിൽ വെച്ച് ഞാൻ അവന്റെ പയ്യന്മാരെ കണ്ടു. അവരാ എന്നോട് പറഞ്ഞത്. എന്താ രമണ, പോയി കാണണ്ടേ? എന്തു പറ്റി ചേട്ടാ? അകത്ത് കിടന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഒരു മാതിരി ഇരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ജോലിയല്ലാതെ വേറൊന്നും എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ ഐശ്വര്യം മുഴുവൻ അവളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് മണിയൻ നൃത്തം ജോലി നോക്കിയിരുന്നു. അവൻ എൻ്റെ പെങ്ങളെ വശീകരിച്ച് കല്യാണം കഴിച്ചു. ഒറ്റ പെങ്ങളായിരുന്നുകൊണ്ട് പകുതി സ്വത്ത് അവളുടെ പേരിൽ എഴുതി വെച്ചിരുന്നു. കല്യാണം കഴിച്ച് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ പണത്തോടുള്ള ആർത്തി കൊണ്ട് അവളെ കൊന്ന് കെട്ടിത്തൂക്കി. അതും പോരാഞ്ഞിട്ട് എൻ്റെ പെങ്ങൾക്ക് മറ്റൊരുത്തനായിട്ട് ബന്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു പരത്തി. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു അവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ നെഞ്ചു പൊട്ടി ചത്തു. ദേഷ്യം കൊണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ആളുകളെയും അവൻ്റെ ചേട്ടനെയും തട്ടി. എന്നാൽ അവൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. തെളിവ് ശക്തമായിരുന്നുകൊണ്ട് എനിക്ക് ശിക്ഷയും കിട്ടി. മണിയിലിപ്പോൾ സുഖമായിട്ട് ജീവിക്കുക. അവനങ്ങനെ തട്ടി കിട്ടിയാൽ ഇനിയുള്ള ജീവിതം എനിക്ക് സന്തോഷമായിരിക്കും. അതിന് നിങ്ങളെന്നെ സഹായിക്കണം. അങ്ങേര് പറഞ്ഞു നിനക്ക് നീ തലയാട്ടുന്ന കണ്ടല്ലോ. എന്നെ എടുത്തു ചാട്ടക്കാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീയാ എടുത്തു ചാടിയത്. അയാളുടെ അടുത്തില്ലാത്ത ആളാണോ? എന്തിനാ നമ്മളോട് ചെയ്യാൻ പറയുന്നത്? അയാൾ നമ്മളെ അതുപോലെ വിശ്വസിക്കുന്ന അർത്ഥം. സൂക്ഷിക്കണം രമണ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ചതിപ്പെട്ടതാ. ആ മനോഹരൻ ചെയ്തതുപോലെ കാര്യം കഴിഞ്ഞിട്ട് കൈമലർത്തി കാണിക്കാതെ അവൻ നമ്മളെ രക്ഷിച്ചിട്ടാ ഒരു സഹായം ചോദിച്ചത്. അതും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എടാ ബാസി, സ്വാമിനാഥനെ തീർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും.